ഓ അത് ടാറ്റയൊക്കെ ഉള്ളതാണ്, അത് മേടിച്ചിടും. അപ്പൊ 1996 മുതൽ 2012 വരെ ജനിച്ച അത് ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചവരെ ജെൻസി ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് യഥാർത്ഥമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. അപ്പൊ ആ നമ്മുടെ യങ് ജനറേഷൻ ആയിട്ടുള്ള രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. എടാ നീ എത്രയുള്ള ജനിച്ച, ഏത് വർഷത്തിൽ ജനിച്ച? 12. നിങ്ങൾ 2012 ആണ്. അപ്പൊ കറക്റ്റ് ആണ്. 96 തൊട്ട് 2012 വരെയുള്ള ജെൻസി വേർഡ്സ് അതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് ചോദിക്കാമോ. എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഇല്ല, ഇത് ഒട്ടക പക്ഷി കഴുത്ത് തൂങ്ങി കിടക്കും പോലെ കിടക്കുന്നു. എന്തരത്? എടാ കഴുത്ത് വേറെ വരെ ഇത് ഇങ്ങനെ ഗെയിം കളിക്കണം. ഒരു കണ്ണാടി വാങ്ങിച്ചു വെക്കണം, ഫോൺ എടുത്ത് അതിന്റെ അകത്ത് വെക്കണം, ഇഞ്ഞൂടെ എടുത്ത് വെക്കണം, മനസ്സിലായോ? അത് നല്ല തീരുമാനം. അടിപൊളി. രാവിലെ വന്നത് തൊട്ടേ ഫ്രീ ഫയർ കളിക്കാണ്. എനിക്ക് നല്ലോണം കളിക്കാറില്ല. നീ പറയണേണ്ടത് നീ ഭയങ്കര രജിസ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് വേർഡ് ക്യാപ്പ് ആണ്. ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ വെക്കണ ക്യാപ്പ് അല്ല. യഥാർത്ഥത്തിൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ജെൻസി വേർഡിൽ എന്ത് വരുമോ നമുക്ക് നോക്കാം. ക്യാപ്പിന്റെ മീനിങ് നോക്കാം. ക്യാപ്പിന്റെ മീനിങ് എന്ത്? എടാ ജെൻസി വേർഡ് കേട്ടിട്ടില്ല. ക്യാപ്പ് ആയിട്ടില്ല, തൊപ്പി. വേറെന്താ എനിക്ക് അറിഞ്ഞൂടാ. ആ തൊപ്പി നിനക്ക് അറിഞ്ഞൂടെ? ആ തൊപ്പി എനിക്ക് അറിയാവോ. ക്യാപ്പ് മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചുതരാം, ഗൂഗിൾ ചെയ്ത് നോക്കിയാണ്. ഇറ്റ്സ് എ ലൈ. ഒരു കള്ളത്തിനെയാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാടാ? മഴയും വരണം. മഴയൊക്കെ വരുമ്പോ എന്നെ കൊണ്ട് പറഞ്ഞവന്മാര് എന്നെ വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കൂല. അയ്യോ പിന്നെ അയ്യോ വാഴ ഒടിഞ്ഞിടേ കിടക്കണ പോലെ. അവിടെ കിടക്കട്ടെ, വീട്ടിൽ ചോദിച്ചിട്ട് വെട്ടാം. അത് വെട്ടിയെടുക്കട്ടെ. ഞാൻ വെട്ടിയെടുത്ത് കഴിഞ്ഞാലേ നീ വീട്ടിൽ നിന്ന് വഴക്കിട്ടുണ്ടെങ്കിൽ ഇനി വിളയൂല. അത് ഒടിഞ്ഞ വാഴ. എടാ ഒടിഞ്ഞ വാഴ തന്നെ, അതിന് വിളയോ? എനിക്ക് പുഴുത വാഴ നീ പറഞ്ഞിട്ട് വെട്ടോ. അങ്ങനെയാണ് ഇഷ്ടം. എന്ത് നീ അപ്പോഴെന്ത് നിനക്ക് മാറിയ ചോദിച്ചിട്ട് വെട്ടോ. ഞാൻ അല്ല വാഴ ഇട്ടിരിക്കുന്നത്. വാഴ ഇട്ടിരിക്കുന്ന വീട്ടിലെ അച്ഛനും അമ്മയും നട്ടിരിക്കുന്ന വാഴ. ഓ ചോദിച്ചോക്കാം അല്ലടാ, ചോദിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഓ ഇപ്പൊ ഇവന്മാർ അഭിപ്രായം പറയണ്ട. ഞാൻ ആദ്യം വിട്ടട്ടെന്ന് ചോദിച്ചപ്പോ ആദ്യം ഉടനെ നൈസാ മാറി. പെർമിഷൻ ഇല്ല. ഓ ഓ എവിടെ പോണ്? ഇതില്ലേ എവിടെ ഇങ്ങോട്ടേക്ക് പോണ. എടാ മഴ വരണ്. മഴയല്ല ആദ്യമാണ് എന്നെ ഉള്ള എല്ലായിടത്തും വിളിച്ചോണ്ട് പോകണം. നമുക്ക് എന്താ എന്തോ ഒരു മാറ്റം പിടിച്ച്. ഓ മുകളിലോട്ട് പോയ പന്നിയാണും എന്നാണ് അവന്മാര് പറയണം. അണലി സ്നാക്ക് ആണല്ലേ? അണലി മൃഗം, സിംഹമൃഗമല്ലേ? എടാ രാവിലെ തന്നെ ചളി അടിക്കാതെ പോടാ. എടാ ഈ വീട്ടിലെ അവിടെ ആ കാണുന്ന കട്ടയിട്ട് ഇവിടെ ഉണ്ടല്ലേ, അവിടെയാണ് പണ്ട് വീട് വിളിച്ചിരുന്നത് നമ്മൾ കിടന്നത്. നിങ്ങളിപ്പോ കണ്ടില്ലേ ആ വീട്ടിലാണ് കഴിച്ച് നമ്മള് പഴയ എന്റെ ഇപ്പോഴത്തെ ഈ വീട് വെച്ചുകൊണ്ടിരുന്ന ടൈമില് അതായത് താമസിച്ച വീടെന്ന് പറഞ്ഞ അതാണ്. അത്രേ ഉള്ളൂ. എന്തിരി ഞാൻ പണ്ടല്ല, എന്റെ വീടെന്ന് പറയുന്ന കുടുംബ വീടാണ്. ഇതാണ് 100 വർഷത്തെ പഴക്കമുള്ള വീടാണ് എന്റെ വീട്. ഓ അതായത് എന്റെ അച്ഛാമ്മയൊക്കെ മരിക്കണ ആ ഒരു ടൈമിലുള്ളതാണ്. അത് 85 വയസ്സുണ്ട് അച്ഛാമ്മ. 85ാമത്തെ വയസ്സിലും കണ്ട. ഓ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഓ പിന്നെ ഇവരെയൊക്കെ നല്ല കാലത്ത് വെച്ചായാലും നീ ഇപ്പൊ ഒരു 20-25 വയസ്സ് വീട് വെച്ചെന്ന് വെച്ചോ, അത് കട്ട് ചെയ്താല് 60-65 പോയിട്ട് അവർ മരിച്ചിട്ട് തന്നെ 20-25-30 കൊല്ലമായി. അപ്പോഴും 100 കൊല്ലത്തെ പഴക്കം എന്തായാലും ഉണ്ട്. ഇവിടെ എല്ലാം നല്ല പഴക്കമുള്ള വീടുകളാണോ? ഇവിടെ വീടുണ്ടായിരുന്നു. ഇവിടെ ഇതാണ് നമ്മളിവിടെ വീട്ടിൽ നിന്നിട്ടെന്ന് പറയും. ഇവിടെ വീടുണ്ടായിരുന്നുണ്ട്. അതിന്റെ കിണറാണെന്നുകൊണ്ട് ഇവിടെ ഒരു പൊട്ട കിണറുണ്ട്. കാണിച്ചാൽ ഇതാണല്ലേ, ഇത് ആ വീടിന്റെ കിണറായിരുന്നു. പൊട്ട കിണർ കേട്ടില്ലേ? ഇത് പോടാ കളഞ്ഞിട്ട് കണ്ട. ഇതാണ് കൈസാദി. ഇതാണ് ആദി. കണ്ട മൂർഖന്റെ തൊലിയാ എവിടെ? ഓ പണ്ടല്ലേ. എനിക്ക് അവിടെ പോണം. എവിടെ പോണം? പോ ഇന്ന് വ്ളോഗായിട്ട് നീ പറയണ എല്ലായിടം പോ. പന്നിയാണോ? പന്നീന്റെ ഇടയിലാണ്, ഈ വയറുള്ളിയുടെ ഇടയിലാണ് നടക്കണം. അങ്ങനെ വീട്ടിൽ പോയി 2 ഹായൊക്കെ വാഴ എത്തിച്ച പോകാൻ അതൊക്കെ വലിയ കഥ. അതെന്തിനാ കഥ? വാഴ എത്തിച്ച പോകും. ആ ഇനി ഇവിടെ പോണം നിങ്ങൾക്ക്. വീടിനെ നിർത്തി കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വാഴ തന്നെയാണ് നിർത്തി കത്തിച്ചത്. അതൊക്കെ ആരെ സ്റ്റോറി എനിക്കറിഞ്ഞൂടെ. ഇവിടത്തെ ഇത് പെരുമ്പാമ്പ് കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്, പന്നി കിടക്കുന്നത് ആ പയറിന്റെ പയറ്റുള്ളിയുടെ ഇടയിലാണ്. എവിടെ പോണം? നമുക്ക് പെരുമ്പാമ്പിന്റെ അടുത്ത് പോയാൽ പെരുമ്പാമ്പ്, പന്നീരുടെ അടുത്ത് പന്നി. നമുക്ക് പന്നീരുടെ യവന്മാരെ കണ്ട് അത് പറ്റൂല. നിനക്കല്ലേ ധൈര്യം? എനിക്ക് പേടി. എനിക്ക് പേടിയില്ല. എനിക്ക് എന്തിനാ കൊണ്ട് വിലയായിരിക്കും ഇപ്പൊ വാങ്ങി. എനിക്ക് അറിഞ്ഞൂടാ. ഈ പൊളപ്പിനാണ് നീ ഉടനെ ഫോൺ വാങ്ങി. വീട്ടിൽ പറ ഒരു പ്ലേ സ്റ്റേഷനും ഒരു ഫോണും കൂടെ വാങ്ങിച്ചു തരാൻ പറയടേ. എനിക്ക് പ്ലേ സ്റ്റേഷൻ വേണ്ട. ഓ എന്നിട്ട് പഠിക്കാതെ വീട്ടിൽ ഇരിക്കാന്ന് പറ. എനിക്ക് ഒരു ഫോൺ വേണം ഗെയിം കളിക്കാൻ. നിനക്കേ അല്ലടാ ഇവനൊരു പ്ലേ സ്റ്റേഷനും ഒരു ഫോണും കൂടെ വാങ്ങിച്ചു.
ഗെയിമുണ്ട്. ഗൈസ് പണ്ട് ഒരു കാലത്ത് നമ്മൾ സ്നാക്കിന്റെ ഗെയിമും കളിച്ചുകൊണ്ട് നടന്നതാണ്. അത് മാത്രമേ ഉള്ളായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഇതിന് അതില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചതാണ്. അതുള്ള കാലഘട്ടത്തിൽ ജീവിച്ചതാണ്. ഇപ്പൊ ഫുള്ള് ടച്ച് ഉള്ള ഫോണിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. നമ്മളെല്ലാ കാലത്തും ജീവിച്ചേ. ഓ അതുകൊണ്ട് എല്ലാം അറിഞ്ഞു. ബാബു നമ്മള് ജെൻസി വേർഡ്സ് തേടിയാണ് വന്നത്. നമുക്ക് അവിടെ പാറ പോയിരുന്നു കളിക്കാം ജെൻസി വേർഡ്സ്. അയ്യോ എനിക്ക് പറയണം, എനിക്ക് പന്നിയുടെ ഇവന് വയ്യ സത്യം പറഞ്ഞോ. അഡ്വഞ്ചർ പന്നി വാടി പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അവൻ പേടിക്കും. പിന്നെ അതോടെ കൂടി അവന്റെ ആഗ്രഹം മതിയാക്കും. നേരിട്ട് കണ്ടവനാണ് മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളൂ. പാന്റ് അത്രയും നനഞ്ഞെത്തോ അവസാനം ചുമ്മാ. അപ്പൊ ചുമ്മാ വീട്ടിൽ ഓടിയോ. നനഞ്ഞ പാന്റോടെ വീട്ടിലോട്ട് ഒറ്റ ഓട്ടോ അല്ലേടാ. സത്യം പറയും യവന്മാര് പറയണ താളത്തിനൊത്ത് തുള്ളി 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 യവന്മാര്. എനിക്ക് വയ്യ. അയ്യോ ഈ പാറയിൽ പറഞ്ഞ വ്ളോഗ് എത്രാമത്തെ വ്ളോഗാണ്? കുറെ വ്ളോഗിൽ വന്നിട്ടുണ്ടല്ലേ. പിന്നെ നമ്മള് സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണ്. ഒരു വീക്കില് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടെ നമ്മൾ വരും. എന്തെന്നൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നീട് പറയാം. അവിടെ ചെല്ലില്ല. ഓ എന്റെ പൊന്നോ. നീ മുമ്പേ പോടാ. യവൻ ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കൈ എന്റെ മുതുകിൽ എത്ര ഇട്ട് പിടിച്ച് എനിക്ക് വേദന എടുക്കുന്നു. ആദ്യം തോന്നിക്കുന്നു. അയ്യോ തളന്ന്. അയ്യോ തളന്നടാ. വാട്ട് എ ഹാപ്പിനെസ്. മൈൻഡ് ഭയങ്കര ഫ്രീ ആവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീയും സ്വസ്ഥമായിട്ടുള്ള കാറ്റും പിന്നെ ആ ഒരു കാംനെസ്സുമാണ്. കണ്ട ഇതാണ് കുഴപ്പം. പോടാ കൈയും കാലം ചുമ്മാരിക്കില്ല അവന്മാരെ. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും പിടിച്ചും മുതുകിലിട്ടിടിച്ച് എനിക്ക് വീണ് വേൻ എടുത്തിട്ട് പോയി. നോക്കി തന്നെ. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വലിയ പാറ ഫ്രണ്ടിലെത്തി. കേറണം. അവിടെ ഒരു കാൽപാതമുണ്ട്. ഞാൻ നിങ്ങളെ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കിയാ കാണിച്ചു തരാം. ഇതല്ലേ ഒരു കാൽപാദം പോലെ ഒരു സംഭവം കണ്ട കുഴി. കാല് വെച്ചോടാ കാവില്. അതെ ഉണ്ണിക്കുട്ടാ കാല് വെച്ച് വെക്കാൻ ട്രെയില് ഉപ്പൂറ്റി വെച്ച് വെക്കണം. ഇല്ലല്ലോ ഒന്നുകൂടെ. പൊളി ഒരു ചെരുപ്പിന്റെ ഓട്ടം പോലെ കിടക്കും. അങ്ങനെ നമ്മള് പാറയില്ലാണ്ട് ഇന്ന് വീട്ടിൽ ഇരുന്നിട്ട് ഇവന്മാര് സമ്മതിക്കൂല. ഇവന്മാർക്ക് ഇതിന്റെ മണ്ടേ കയറണം. ഓക്കെ കയറിയല്ലേ. ഇവന്മാരിഞ്ഞിപ്പോ എന്റെ മണ്ടയ്ക്കട്ടെ. ഞാൻ വീട്ടിൽ പോണം. ടാറ്റാ പോയി. ഓക്കെ അവന്മാർ എന്റെ മണ്ടയ്ക്കാണ്. ഞാൻ വീട്ടിൽ പോണം. ആദ്യം ഞാൻ വീട്ടിൽ പോണടാ. ഞാൻ പോണം. നിങ്ങള് പോയി കണ്ടിട്ടൊക്കെ വാ. ഓക്കെ ഗായ്സ്. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാ. ഇവന്മാർക്ക് പാറയുടെ മണ്ടയിൽ കിടന്നാൽ എന്തിനാ ചെയ്യട്ടെ. ഇവന്മാര് പാറയിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാന്നാണ് വിചാരിക്കാം. ടാറ്റാ അവിടെ ഇരുന്നോ. ഇവന്മാര് പ്രാങ്ക് ചെയ്യാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാലേ ഇവന്മാർ അവിടെ നിൽക്കും. ഞാൻ വരുമോ ഇല്ലെന്ന് ഇപ്പൊ ഇവന്മാർക്ക് അറിയില്ല. നോക്കാം. ഞാൻ ഇപ്പൊ ഇറങ്ങി പോകുമ്പോ ഇവന്മാർ വിചാരിക്കും ഞാൻ പോകണ പിറകെ ഇവന്മാർ ഇറങ്ങി വരണം. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രാങ്ക് സക്സസ് ആയി. ഞാൻ ഇറങ്ങി താഴെ എത്തിക്കണ്ട. നമ്മൾ വന്ന വഴിയിൽ താഴെ ഇങ്ങെത്തി. ഇവന്മാർ പറഞ്ഞില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്മാർ പേടിച്ച്. ഓക്കെ അവന്മാർ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ മോളെ നിന്ന് വിളിക്കുകയാണ്. നീ ഇഞ്ഞ് കേൾക്കാതെ എന്തായാലും നോക്കാമേ. യവന്മാർ എന്ന് ഒരു നിവൃത്തി ഇല്ലാതെ എന്നെ പാറയെ കൊണ്ടുപോകും പറഞ്ഞ് വിളി. എന്തായാലും എന്റെ മണ്ടയിൽ തൊട്ടടുത്ത് തന്നെ. ഞാൻ ഇവിടെ താഴെ ഇപ്പുണ്ട്. കുഴപ്പമില്ല. ഇറങ്ങി വരില്ലേ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇതുവരെ വന്നില്ല അവന്മാർ. ഇറങ്ങിയെന്ന് ഞാൻ അപ്പുറത്ത് സൈഡ് വഴി കറങ്ങി വരാം. അപ്പൊ അവന്മാർ അതിലേക്കൂടെ ഇറങ്ങി വരും. എന്നിട്ട് പോയി സർപ്രൈസ് ചെയ്യാം. സർപ്രൈസ് അല്ലേ എന്നിട്ട് പോയി നമുക്ക് പ്രാങ്കായി എന്ന് പറയാം. ഓക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങിപ്പോയാണ്. ഇവിടെ ഫുള്ള് കാടാണ് സംഭവം. പിന്നെ നമ്മൾ ചെയ്യാൻ വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതുവഴി കയറി പോകണം. അങ്ങറ്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറ്റത്തൂടെ ആയിരിക്കും അവന്മാർ പറഞ്ഞത്. അപ്പൊ ഇതിലേക്കൂടെ കറങ്ങി ഞാൻ പോകും. ഫുള്ള് കാടാണ് ഗൈസ്. അതാണ് വിഷയം. അവന്മാർ ഇനി അതിലേക്ക് ഇറങ്ങി വന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ നോക്കേണ്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആരെയും പ്രാങ്ക് ചെയ്തിട്ടില്ല. ഇവന്മാരെയാണ് ഫസ്റ്റ് ചെയ്യണം. എന്തരാവും എനിക്കൊരു പിടുത്തമില്ല. കാലിൽ നീറടിച്ചു. ഇത് ഞാൻ പ്രാങ്ക് ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പാറയിലൂടെ ഒളിച്ചിരിക്കണം. ഇവിടെ പാറയുടെ സൈഡുണ്ട്. അവിടെ പോയി ഒളിച്ചിരിക്കണം. ഞാൻ കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ കേൾക്കും. അവന്മാരെ കണ്ടു കൈ പ്രാങ്ക് പൊളിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാങ്ക് ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല. കാണിച്ചത് അവന്മാർ അവിടെ നിന്ന് ഇറങ്ങിയില്ല. അവന്മാര് കാണാൻ വന്നു. ഹലോ എന്നാക്കേണ്ടാ. ഞാനിവിടെ ഇനി പാറ കയറട്ടെ. പാറ കയറിയിട്ട് ഇവന്മാരൊന്നും അറിഞ്ഞില്ല കൈ സത്യം പറഞ്ഞ. ഓ അതിപ്പോഴേ അറിയണം. ഓടാ അവൻ കണ്ടലിട്ട് കയറണ ഭ്രാന്ത പൊളി. ഇത് ഒടിയണോടുകൂടി ആരൊടിച്ചെന്നുള്ള തെളിവുണ്ട്. പൊളി. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ. ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയാണ്. നടന്നില്ലടാ. ചീറ്റിപ്പോയി. നിങ്ങൾ എന്ത് എനിക്കറിഞ്ഞൂടാ. ഈ വ്ളോഗ് കാണാൻ നിന്റെ പേരൻസ് നിന്റെ കൂടെ തന്നെ പറയും. അത് കുഴപ്പമില്ലെങ്കിൽ നോക്കിയോ കാണിച്ചു തരാം. നോക്കിയാണ് കൈ ഇമാതിരി ആഴമുള്ള സ്ഥലത്ത് എങ്ങനെ ഇറങ്ങി പോകണം. നിങ്ങളടുത്ത് പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊണ്ടുവരാതെ. നിങ്ങള്
നിങ്ങൾ എന്ത് പ്രാങ്കാവത്ത അതിന് കാര്യം പറ, മനസ്സിലായ? എനിക്ക് വീട്ടിൽ പോകാൻ വഴി അറിയാം. വഴി അറിയാന്ന്. ഓ അപ്പൊ കൊണ്ടുവരാൻ ഒരാള് വേണം, വീട്ടിൽ കൊണ്ടുവരാൻ. കൊണ്ടുവരാൻ ആള് വേണ്ട, പക്ഷെ ഞാൻ വരാത്ത എനിക്കാണ്. ഓ, ഞാൻ അന്ന് ഓ, വന്നപ്പോ ഇനി ഞാൻ കൊണ്ടുവരൂല. വരണ്ട. നമുക്ക് രണ്ടുപേർക്ക് പോവാം ഇനി. ഓ അങ്ങനെ നടന്ന് ജെൻസി വേഡ് കളിക്കാൻ വേണ്ടിയാണ് ഈ പാറയുടെ മണ്ടയിലോട്ട് വന്നത്. പക്ഷെ ഇവിടെ നല്ല വൈബാണ് കേട്ടോ. ബോയ്സ് അപ്പൊ അടുത്ത വേടെന്ന് പറഞ്ഞാൽ സസ് ആണ്, SUS. പിള്ളേരെ ഉണ്ടായിരിക്കുക. ചവിട്ടിയോ എന്നെ അവന് എത്ര ഇട്ടാ കമ്പെടുത്ത് എറിഞ്ഞാ? ഓ എന്റെ പൊന്നു. കട്ടികളാകുമ്പോഴാ സസ് SUS മീനിങ് അറിയാമോ? സോറി, അത് കട്ടികളാകുമ്പോഴായിരുന്നു. ഈ അടി കൂടെ രണ്ടെണ്ണം കൂടെ നോക്കിയോ. അവൻ എറിഞ്ഞാടാ അടിക്കുകാരോ. ഇല്ലല്ലേ അടിച്ചോ. ഇനി മര്യാദയ്ക്കോ. അയ്യോ. അന്ന് നീ മര്യാദ. എറിഞ്ഞപ്പോ മൂത്തവര് ബഹുമാനിക്കണോ? അത് അവനില്ല. നീ എന്റെ ഞാനല്ലേ നിന്റെ മൂത്തത്, അപ്പൊ നീ എന്നെ ബഹുമാനിക്കാതെ എന്ത്? അടി കൂടുക രണ്ടും കൂടെ. സസ് സസ്പീഷ്യസാ നിന്റെ ആൻസർ. അവൻ അടിക്കണ എനർജി നിനക്ക് ഇതില്ലാടാ. സസ്പീഷ്യസ് ആണ് ഗൈസ്. ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. കറക്റ്റ്. എനിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം കാണണേ. ഓക്കെ അടുത്ത വേളിലോട്ട് പോകാം. അടുത്ത സെസ്റ്റി ആണ് ഗൈസ്. ZESTY. ക്രിസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ സെസ്റ്റി. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, സെസ്റ്റി നിനക്കറിയാമോ? ബെസ്റ്റിയാ അല്ല പിന്നെ പറഞ്ഞാണ്. ZESTY. സ്വസ്ഥം. പ്ലേ അല്ലടാ. ഓ അവൻ ഉടായ്പാണെങ്കിൽ അവൻ ആൻസർ നോക്കി പറയാമോ. എടാ വീര നോക്കട്ടെ. സെസ്റ്റി ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫുഡ് ദാറ്റ് ഈസ് ടാങ്കി ആൻഡ് ഫുൾ ഓഫ് സ്ട്രോങ് ഫ്ലേവേഴ്സ്. അതായത് ടാങ്കി ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മാംഗോ ഫ്ലേവർ ആണ്. അതായത് ഫുള്ള് സ്ട്രോങ് ഫ്ലേവർ ഉള്ള ഫുഡിനെയാണ് സെസ്റ്റി എന്ന് പറയുന്നത്. സെസ്റ്റി എന്താ അപ്പൊ സെസ്റ്റി എന്ന് പറയുന്നത്? കോഫി സ്ട്രോങ്. ഫ്ലേവർ നീ വെള്ളം അടിച്ചിരിക്കണം. ഫുള്ള് സ്ട്രോങ് ഫ്ലേവർ ഉള്ള സംഭവത്തിനാണ് സെസ്റ്റി എന്ന് പറയുന്നത്. അടുത്തത് ഒരു ചില്ലറ വേടല്ല, വലിയ ഒരു ഫോണിന്റെ വേടാണ്. ഓപ്പോ പോലെ OPPP. ഉപ്പല്ല. മീനിങ് പറ. എടാ ഓപ്പോ ഞാൻ ഫോണിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ഐഫോണാ? അയ്യയ്യേ ചളി അടിക്കണ വന്നിടന്ന്. ആ അത് കണ്ടാലേ പറയും പോക്കോ ഒന്ന്. പൊക്കോ പോക്കാണെന്നാണ് ഉദ്ദേശിച്ചവൻ. ആ അപ്പൊ നീയാ? ഞാൻ പോക്കോ അല്ല. പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ ഉണ്ണിക്കൂടെ നേരത്തെ തന്നെ അടിച്ചത്. ഓ യവനെ ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അതാണ് എന്റെ യവനെ എന്നെ ഭയങ്കര ഉപദ്രവം. ഞാൻ പറഞ്ഞു ടീച്ചറിനെ അടിച്ച് നീ തിരിച്ചടിക്കോ. യവ ഇതാണ് റിയൽ ഗൈസ്. ഇതാണ് ആദ്യ പൊളപ്പ്. നിങ്ങള് സ്കൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഓപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണന്റ് എനിമി എന്നൊക്കെ ആയിരിക്കും. നോക്കാം. യെസ് ആദ്യത്തെ ഒന്ന് കറക്റ്റ് ആയി. ഒപ്പോണന്റ് ഇതാണ് നിങ്ങൾ. അല്ലല്ല കണ്ടല്ല പറഞ്ഞു. ഞാൻ നോക്കാതെ പറഞ്ഞു. നീ സസ്പീഷ്യൻ എന്ന് പറഞ്ഞില്ലേ? നീയല്ലേടാ പറഞ്ഞ. പോണേ ഞാൻ. എടാ ആദി സസ് എന്ന് പറഞ്ഞ സസ്പീഷ്യസ്. അപ്പൊ ഓപ്പം എന്ന് പറഞ്ഞ ഒപ്പോണന്റ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. എടാ അതിലേ ഇറങ്ങി വാ മര്യാദക്ക്. പിന്നെ ഇതിൽ ഇറങ്ങാൻ പറ്റുമോ എന്നെ കൊണ്ട്? പിന്നെ ഇറങ്ങി വാ. ഞാൻ എന്തായാലും പിടിച്ചിരിക്കാം. മൊത്തം അട്ട എങ്ങനെ ഇറങ്ങും? ഒരുത്തനെ ഇറക്കാൻ ഇത്രയും രണ്ടു വട്ടം ഇറങ്ങി 2-3 വട്ടം ഇറങ്ങി എല്ലാം കഴിയും. ഇറങ്ങണ അയ്യയ്യേ. ഓ ഇതിനാണ് ഇത്രയും നേരം കിടന്ന് ചാടിക്കോടുന്നത്. ആ ചെരുപ്പെടുത്തിട്ട് അതിന് മോത്ത പേടി മാറ്റട്ടെ. എന്നിട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റും. അതാണ്ട് പേടിച്ച് വാരി പോവാ. ഇറങ്ങി പോയിട്ട് പാട്ട കൊരുത്ത് പാന്റ് നിക്കറോ കഴിഞ്ഞു വന്നു താഴെ. നിക്കറൂരിയെ കറക്റ്റ് വീഡിയോയില്. ചായ കുടിക്കും പന്നേരെ കൂട്ടില്ലല്ലേ. ഇറങ്ങി അതുവഴി പോയിക്കോ നീ. ഞാൻ പോണു. എനിക്ക് വയ്യ കായ് എന്റെ പുന്നു. ഓ അതിന് തേറ്റയൊക്കെ ഉള്ളതാണ്. അത് വീടിച്ചിടും. ഇവന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കൂല. ഇവൻ അവിടെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണം. ഇനി പാമ്പിന്റെ കൂടെ ആയാലും പന്നീരെ കൂടെ ആയാലും. ഞാൻ പറഞ്ഞു മടുത്ത്. അതുകൊണ്ട് ഞാൻ പറയും നീ പോയിക്കോ ഞാൻ വരൂലെന്ന് പറയും. ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല. ആ നീ ബാബാ സുരേഷിന്റെ കൂടെ ആരുടെ പോ. എനിക്കൊരു പേടിയില്ല. അങ്ങേര് കൊണ്ടുപോയിക്കോളൂ. രാജാവൻ പല എടുത്ത് ആദ്യം കഴുത്തിട്ടാടാ. മാമ ഇട് മാമ. കമോൺ അങ്ങനെ പറയും. അങ്ങനെ അവൻ പറയില്ല. അങ്ങേര് പാമ്പനെ പിടിക്കുമ്പോ തന്നെ ഇവൻ 2 അടി ഓടും. എന്തൊരു കോമഡിയാണ്. ഞാൻ ബാബാ സുരേഷിന്റെ കൂടെ. ഓ എന്തിനാണ് മറ്റേ
മറ്റേ ഷോയ്ക്ക് പോകുമ്പോ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒറിജിനൽ പാമ്പിനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആ എടുത്തോട്. എന്നാലും ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രാങ്ക് ചെയ്യാൻ പോയി അത് ചീറ്റിപ്പോയി. എനിക്ക് ആരെയും പറ്റിക്കാറിഞ്ഞൂടാ ഗൈസ്, അതാണ് വിഷയം. പക്ഷെ എന്നെ എല്ലാരും പറ്റിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. ഗൈസ് ഞാനപ്പോ ഒന്ന് റെഡിയായി സെറ്റായി എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരെ പോകണം. അച്ഛന്റെ കയ്യിൽ എന്തോ ഒരു സംഭവം കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി എനിക്കാണ്. അങ്ങോട്ട് പോകാം. ഓക്കെ, അച്ഛൻ മുമ്പേ പോയി. ചെറിയ എന്തോ സംഭവം എന്തോ ചെറിയ തടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പോയി എന്താണെന്നുള്ള കാണിച്ചിട്ട് നീ എവിടെ പോണോ? ചുമ്മാ ഇരുന്ന് ഇവിടെ കളിക്കാൻ പോയ അവന്മാരങ്ങ് താഴോട്ട് പോകുന്നുണ്ട്. കളിച്ചില്ലേ? ഇപ്പൊ എങ്ങോട്ട് പോണോ? ഞാൻ ഒരുപാടോട്ട് പോണോ? പോട്ടോ. ഓ ഓക്കെ, ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അച്ഛൻ്റെ ഫ്രണ്ട് പോകണം. ഓക്കെ, ഇതിനകത്ത് കയറി കാണിക്കുന്ന കാര്യം ഹോസ്പിറ്റലിനകത്ത് അങ്ങോട്ട് പോകണം. ഓക്കെ, നമ്മളപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയായി. ബ്ലഡ് ചെക്ക് ചെയ്യണം. പിന്നെ അവിടുന്ന് മരുന്ന് എടുക്കണം. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം. അതെല്ലാം മാറ്റി നേരെ ഇപ്പോഴാണ് പുറത്തിറങ്ങി. അതായത് നമ്മളൊരു 2 മണിക്കൂറോളം നമ്മൾ പിന്നീട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോവുക. അവിടെ നേരെ വീട്ടിലോട്ട് പോകും. പിടിച്ചു തരാം. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ വീട്ടിൽ എത്തി. ആക്ച്വലി ഇത് നെക്സ്റ്റ് ഡേ ആണ്. പക്ഷെ ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓ വെടിയോട് വെടി ഒന്നും വെടി. എന്തിനാണ് ഇത്? ഫയർവേടെ കുത്തി പൊട്ടിക്കാറുണ്ട്. എന്തിനാണ്? എന്തൊരു റൗണ്ട് 7 ഓക്കെ, ഇനി ഒരാഴ്ചത്തെ കളിയും കൂടെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾക്ക് സ്കൂളിൽ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന ഗൈസ്, ഇന്നലെ അവിടെ ആശുപത്രിക്കകത്ത് ചെന്ന് കയറിയാൽ തിരക്ക് കൊടുക്കാതെ തിരക്ക്. പിന്നെ അതിന്റെ ഇടയിൽ ചെന്ന് കിടന്ന് വ്ളോഗ് എടുക്കുക നടക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്ത് വെച്ചെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇന്നലത്തെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് അച്ഛനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇഞ്ചക്ഷൻ എടുത്ത് വന്നതിന് ശേഷം അവർ പറഞ്ഞു ബ്ലഡ് ഇവിടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എന്തോ എറുമ്പോ എന്തോ സംഭവം കടിച്ചാണ്. ചെറിയൊരു തടുപ്പ് പോലെ കയ്യിലുണ്ടായിരുന്നു. അത്ര കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഒരു മരുന്നും ഒരു കയ്യിൽ പെട്ടുള്ള ഒരു സംഭവം തന്നു. അപ്പൊ അതും വാങ്ങിച്ചോട് നേരെ വീട്ടിൽ വന്ന് കയറിയതും കറണ്ട് ഇല്ല. അപ്പൊ ഇന്നലെ ഔട്ടർ എടുക്കാനായിട്ട് ലൈറ്റ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോ ഇന്ന് രാവിലെ എടുക്കാന്ന് വെച്ച്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഇന്നലത്തെ എൻഡിയർ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞ ഗൈസ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണ്. ഇന്നലെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. ഇന്നലത്തെ ഒരു ഡേയിൽ ഫസ്റ്റ് പാർട്ട് ഒരു കുറച്ച് ഫണ്ണായിട്ട് പോവുകയും ചെയ്തു. എന്നാൽ സെക്കൻഡ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്ന ഒരു സംഭവമായി. കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി പിടിക്കുമ്പോൾ ബെല്ലൈക്കനിലൂടെ ഒരു പിടിക്കോ. പീസ്.